Today we will discuss about new economic policy. New economic policy was announced in 1991 following the worst economic crisis that ever occurred in the country. നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും മോശമായൊരു എക്കണോമിക് ക്രൈസിസിനെ തുടർന്നാണ് നമ്മൾ ന്യൂ എക്കണോമിക് പോളിസി എന്ത് ചെയ്തത് കൊണ്ടുവന്നത്. Spurling prices, dwindled forex reserves and heavy debt burden triggered the economic crisis, which in turn resulted in the new economic policy. വിലക്കയറ്റം, ഫോറിൻ എക്സ്ചേഞ്ചിൽ റിസർവിൽ ഉണ്ടായിട്ടുള്ള ചാഞ്ചാട്ടം, വലിയ കടബാധ്യത, ഇതൊക്കെയാണ് എക്കണോമിക് ക്രൈസിസിലേക്ക് നമ്മെ നയിച്ച കാരണങ്ങൾ. Since July 1991, the government has initiated a series of radical changes in its policies relating to industry, trade, finance, foreign investment and fiscal aspects. ഈ ന്യൂ എക്കണോമിക് പോളിസി കൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് റാഡിക്കലായിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മുടെ ഗവൺമെൻറ് പോളിസിയിൽ. അതായത് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട, ട്രേഡുമായി ബന്ധപ്പെട്ട, ഫിനാൻസുമായി ബന്ധപ്പെട്ട, വിദേശ നിക്ഷേപമായിട്ട് ബന്ധപ്പെട്ട, അതുപോലെ ഫിസ്ക്കൽ ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട റാഡിക്കൽ ചേഞ്ചസ് ഇൻ ഈസ് പോളിസീസാണ് ഗവൺമെൻറ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചതും ആരംഭിച്ചതും. ദ വേരിയസ് ചേഞ്ചസ് ഓൾസോ കോൾഡ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണ്. വെൻ പുട്ട് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇക്കണോമിക് പോളിസി വിച്ച് മാർക്സ് എ ടോട്ടൽ ഡിപ്പാർച്ചർ ഫ്രം ദി പോളിസി പർസ്യൂഡ് ഏർലിയർ. നമ്മൾ മുൻകഴിഞ്ഞ പോളിസികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പോളിസിയായിരുന്നു ഈ പോളിസി എന്ന് പറയും. എന്താണ് ഈ പോളിസിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ, The new economic policy was necessitated by the worst economic crisis, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, was never witnessed by country after independence. ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത തരത്തിൽ ഒരു എക്കണോമിക് ക്രൈസിസ് നമ്മുടെ രാജ്യത്തെ ബാധിക്കുകയുണ്ടായി. The most visible sign of country's economic crisis was its extremely low foreign exchange reserve. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും എക്സ്ട്രീംലി ലോ ആയിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഓഫ് റുപ്പീസ് 2400 crore. 2400 കോടിയുടെ ലോ എന്തിൽ രേഖപ്പെടുത്തി? ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ രേഖപ്പെടുത്തി. വിച്ച് വാസ് റീച്ച്ഡ് ഇൻ ഏർലി 1991. The reserves were just enough to buy ഫ്രം അബ്രോഡ് ഓൺലി 3 weeks റിക്വയർമെൻറ്റ്. ഒരു 3 ആഴ്ചത്തെ റിക്വയർമെൻറ്റ് വാങ്ങാൻ മാത്രമുള്ള ഒരു റിസർവ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. The situation became even more precarious when international agencies lowered the country's credit rating. നമ്മുടെ രാജ്യത്തിൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറക്കാൻ എന്ത് ചെയ്തു? ഇത് കാരണമായി. The second major aspect of economic crisis was rapidly increasing burden of national debt. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, ഡെറ്റ് ഉണ്ടായിട്ടുള്ള ഇൻക്രീസ്, അതും ഒരു കാരണമായി എക്കണോമിക് ക്രൈസിസിന്. വിച്ച് എക്സീഡഡ് 60% ഓഫ് GNP ഇൻ 1991. 60% GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൻ്റെ 60% നമ്മുടെ കടമായിരിക്കുന്ന അവസ്ഥ വന്നു. The fiscal deficit of the previous 5 years forced the government to borrow increasingly to meet shortfall in revenue account. റവന്യൂ അക്കൗണ്ടിൽ നിന്നിൻ്റെ ഷോർട്ട്ഫാൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ കടം വാങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയും അതുവഴി നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് 5 yearsലെ ഫിസിക്കൽ ഡെഫിസിറ്റ് അതിനെ നിർബന്ധിക്കുകയും ചെയ്തു എന്ന് പറയാം. Borrowing added to the already prevailing debt burden. നമ്മൾ നിലവിലുള്ള കടത്തിൻ്റെ മുകളിൽ തന്നെ എന്ത് ചെയ്തു? ഈ ബോറോയിങ്സും എന്ത് ചെയ്തു? കടം ഓവർ ബർഡൻ ആക്കി മാറ്റി. The third and most damaging feature of 1991 crisis was the high price level. പ്രൈസ് ലെവൽ ഉണ്ടായിട്ടുള്ള ഉയർച്ചയാണ് മറ്റൊരു പ്രശ്നം. During 1985-90, GDP grew at an average rate of 5.7%. 5.7% GDP എന്ത് ചെയ്തു? റേറ്റിൽ വർധന ഉണ്ടായി. ബട്ട് മണി സപ്ലൈ ഇൻക്രീസ്ഡ് അറ്റ് 15.7% per annum. മണി സപ്ലൈ എന്ത് ചെയ്തു? 15.7% per annum വർദ്ധിപ്പിച്ചു. ദിസ് എക്സസ് ലിക്വിഡിറ്റി, ഈ ലിക്വിഡിറ്റി ഉണ്ടായിട്ടുള്ള വർധനവ ലെറ്റ് ടു ഹൈ പ്രൈസ് റൈസ് വിച്ച് ടച്ച്ഡ് 17%. പ്രൈസ് റൈസിൽ 17% വർധനവ് ഉണ്ടാക്കി.
മാത്രമല്ല ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അന്നേരം 1989-90 ഉള്ളത് 8.1 ആണെങ്കിൽ 1991 ആകുമ്പോൾ 30.5% ആയി കമ്മോഡിറ്റീസിൻ്റെ കാര്യത്തിൽ. അതുപോലെ മറ്റ് പ്രൈമറി ആർട്ടിക്കിൾസിൻ്റെ കാര്യത്തിൽ 3.6 ഉള്ളത് 18.9% ആയി മാറി. ഫ്യൂവലിൻ്റെ കാര്യത്തിൽ 2.3 ഉള്ളത് 2.3% ഉള്ളത് 19.2% ആയി. മാനുഫാക്ചർഡ് പ്രൊഡക്റ്റിൻ്റെത് 11.8% ഉള്ളത് 9.6% ആയി കുറഞ്ഞിട്ടുണ്ട്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിൻ്റെ 5.4% ഉള്ള 13.7% ആയി. ദെൻ ദ ന്യൂ എക്കണോമിക് പോളിസിയുടെ പ്രത്യേകതകൾ പറയാം. 4 dimensions form the chunks of the new economic policy. 4 dimensions ആണ് ന്യൂ എക്കണോമിക് പോളിസിക്ക് ഉള്ളത്. അതിലൊന്ന് ലിബറലൈസേഷൻ, 2 പ്രൈവറ്റൈസേഷൻ, 3 ഗ്ലോബലൈസേഷൻ, 4 സ്റ്റെബിലൈസേഷൻ. As a part of budget of 1991-92, through the latest one and also outside the budgets, the government announced a number of economic reform measures. Economic reform measures ഒരുപാട് എന്ത് ചെയ്തു, ഗവൺമെൻറ് അനൗൺസ് ചെയ്തു. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഡസ് നോട്ട് മീൻ ദി അറ്റംപ്റ്റ്സ് വെർ നോട്ട് മെയ്ഡ് ഏർലിയർ ടു റിഫോം റെഗുലേറ്ററി ട്രേഡ് ടാക്സേഷൻ റെജീം. ടാക്സേഷനിലോ റെഗുലേറ്ററിലോ ട്രേഡിലോ റിഫോംസ് മുന്നേ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള അർത്ഥം. പുതിയൊരു റിഫോംസ് കൊണ്ടുവന്നു എന്ന് മാത്രമാണ്. അതിൻ്റെയൊക്കെ വേഗത വളരെ സ്ലോ ആയിരുന്നു. ദെയർ പേസ് ആൻഡ് ദി ഫ്രീക്വൻസി വർ സ്ലോ. അത് കുറച്ചുകൂടി എന്ത് ചെയ്തു, വേഗതയിലും കുറച്ചുകൂടി മികച്ച രീതിയിലും കൊണ്ടുവരികയാണ് ചെയ്തത്. എന്താണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി? എന്താണ് NEPയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയെന്ന് പറയാം. ഒന്ന്, റെഡ്യൂസിങ് ദി ഗവൺമെൻറ് ഡെഫിസിറ്റ് ടു 6.5% ഓഫ് GDP ഇൻ 1991-92 and 5% in 1992-93, with further reduction thereafter leading to containment of inflation. 6.5% ഓഫ് GDP ആക്കി കുറക്കുക ഡെഫിസിറ്റ്. അത് 92 ആകുമ്പോഴേക്ക് എന്ത് ചെയ്യുക, 92-93 ആകുമ്പോഴേക്ക് 5% ആയി കുറക്കുക. അതിനുശേഷം വീണ്ടും തുടർച്ചയായിട്ടുള്ള കുറവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ന്യൂ എക്കണോമിക് പോളിസിയുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. 2, റിഡക്ഷൻ ഓഫ് ദി കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഇൻ ദി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലുള്ള കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ത് ചെയ്യുക, കുറക്കുക. 2.7% ഓഫ് GDP, 2.7% GDPയുടെ ഇൻ 1991-92 ആൻഡ് 1.5% ബൈ 95-96. 95-96ഓടുകൂടി 1.5% ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പോർട്ട് ഗ്രോത്ത്. ഇത് എക്സ്പോർട്ട് ഗ്രോത്ത് കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. എന്താ എക്സ്പോർട്ടിൻ്റെ ഇമ്പോർട്ടിൻ്റെ ഡിഫറൻസിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിസിറ്റാണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ദ റൈസിങ് GDP ഗ്രോത്ത് ടു അറൌണ്ട് 6% ബൈ മിഡ് 1990s. GDP ഗ്രോത്ത് എന്ത് ചെയ്യുക, 6% ആയി വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് ന്യൂ എക്കണോമിക് പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ്. ദെൻ നമ്മൾ പറഞ്ഞു ന്യൂ എക്കണോമിക് പോളിസിയുടെ മെയിനായിട്ടുള്ള 4 കോമ്പണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊന്ന് ലിബറലൈസേഷൻ, 2 പ്രൈവറ്റൈസേഷൻ, 3 ഗ്ലോബലൈസേഷൻ, 4 സ്റ്റെബിലൈസേഷൻ. ഇതെല്ലാം കൂടി ടുഗദർ കോൾഡ് ദ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് അറിയപ്പെടുന്നത്. ദ ന്യൂ പോളിസി എൻവിസാജ് മെഷേഴ്സ്. ഏതൊക്കെ മെഷേഴ്സ് എടുത്തെന്ന് നമുക്ക് നോക്കാം. അതിൽ നമ്മുടെ പ്രീ റിഫോം സ്ട്രാറ്റജി എന്തായിരുന്നു നോക്കാം. എക്കണോമിക് റിഫോം സ്ട്രാറ്റജി എന്താണെന്ന് കമ്പയർ ചെയ്യാം. പ്രീ റിഫോം സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആദ്യം പറയാം ക്ലോസ്ഡ് എക്കണോമി ആയിരുന്നു നമ്മുടെ പ്രീ റിഫോംസ് സ്ട്രാറ്റജീസ്. ഈ എക്കണോമിക് റിഫോമോടുകൂടി നമ്മൾ എക്കണോമി എന്താക്കി മാറ്റി, ഓപ്പൺ എക്കണോമി എന്ന് ആക്കി മാറ്റി. ദെൻ സെൽഫ് റിലയൻസ് ആണ് ആദ്യത്തെ സ്ട്രാറ്റജി. അതിനെന്ത് ചെയ്തു, ഇൻ്റഗ്രേറ്റ് വിത്ത് വേൾഡ് മാർക്കറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറ്റി. അതിനെയാണ് ശരിക്കും ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്റ്റേറ്റ് ലെഡ് എക്കണോമിക് ഗ്രോത്ത് ആയിരുന്നു ആദ്യത്തേത്. ഇത് മാർക്കറ്റ് ഡിറ്റർമിൻഡ് എക്കണോമിക് ഗ്രോത്ത് ആക്കി മാറ്റി. ദെൻ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ സ്ട്രാറ്റജി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിന് പകരം എക്സ്പോർട്ട് ഓറിയൻറ്റഡ് സ്ട്രാറ്റജീസ് കൊണ്ടുവന്നു. ലൈസൻസ് ഡോമിനേറ്റഡ് റെജീമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പകരം ലൈസൻസിങ് എന്ന പരിപാടി എടുത്തു കളഞ്ഞു. ഡീ ലൈസൻസിങ്, ഡീ റെഗുലേഷനൊക്കെ എടുത്തു കളഞ്ഞു. ബ്യൂറോക്രാറ്റൈസേഷനും നടപ്പിലാക്കുകയുണ്ടായി. ദെൻ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസസ് ആയിരുന്നു. അത് മാർക്കറ്റ് ഡിറ്റർമിൻഡ് പ്രൈസസ് അറ്റ് ലാർജ്. അതിൻ്റെ ഫലമാണ് നമുക്ക് തുടർച്ചയായിട്ട് ഇപ്പോൾ പെട്രോൾ വരെയുള്ള ഉൽപ്പന്നങ്ങൾക്കുള്ള പ്രൈസ് നിയന്ത്രണങ്ങളൊക്കെ എടുത്തു കളഞ്ഞത്. നോട്ട് മച്ച് കൺസേൺ ഫോർ ഡെഫിസിറ്റ്. ആദ്യമൊന്നും ഡെഫിസിറ്റിനെ കൺസേൺ ചെയ്തിരുന്നില്ല.
പക്ഷേ ഈ എക്കണോമിക് റെജീം എന്ത് ചെയ്തു, കണ്ടെയ്ൻ ഓൾ കൈൻഡ്സ് ഓഫ് ഡെഫിസിറ്റ്, എല്ലാ ഡെഫിസിറ്റും എന്ത് ചെയ്യുന്നു, അത് പരിഗണിക്കുകയുണ്ടായി. ദെൻ ഡെവലപ്മെൻറ്റ് ബൈ ഇൻഫ്ലേഷണറി പ്രോസസ്സ് കൊണ്ടായിരുന്നു ആദ്യകാലത്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഇത് മാറ്റി ഡിഫ്ലാഷണറി മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസിയാണ് നടപ്പിലാക്കുകയുണ്ടായത്. ദെൻ ഡൊമിനൻസ് ഓഫ് PSUs ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിന് മാറ്റി, അതായത് പ്രൈവറ്റൈസേഷനിലേക്ക് വന്നു. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് ഗ്രോത്ത് എൻജിൻ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താക്കി മാറ്റി, നമ്മുടെ വളർച്ചയുടെ നിദാനാക്കി മാറ്റി. ദെൻ ഫിലോസഫി ഓഫ് നാച്ചുറൽ മോണോപ്പൊളിയുടെ ഒരു ഫിലോസഫി ആയിരുന്നു നമ്മൾ ആദ്യം ഫോളോ ചെയ്ത്. ഇപ്പോൾ അതെന്ത് ചെയ്തു, വിഡ്രോവൽ ഓഫ് മോണോപ്പൊളി എന്നുള്ളത് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ദെൻ റെസ്ട്രിക്ഷൻസ് ഓഫ് FDIs ആൻഡ് MNCsന് FDIsന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വിഡ്രോവൽ ഫ്രം ഏരിയ ഓഫ് പ്രൈവറ്റ് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്തു. അതുപോലെ മിനിമൈസ് ഗ്യാപ്പ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ തമ്മിലുള്ള ഗ്യാപ്പ് എന്ത് ചെയ്തു, ഇല്ലാതാക്കി. ഇൻഡ്യൂസ്മെൻറ്റ്, ഈ FDI MNC ആയിട്ട് ബന്ധപ്പെട്ട് പറയാം, ഇൻഡ്യൂസ്മെൻറ്റ് ടു FDI ആൻഡ് MNCsന് FDI ഒക്കെ എന്ത് ചെയ്തു, പ്രോത്സാഹിപ്പിക്കുന്ന നയം എന്ത് ചെയ്തു, കൈക്കൊണ്ടു. റെസ്ട്രിക്ഷൻസ് ഓൺ കറൻസി മൂവ്മെൻറ്റ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആളുകൾക്കൊന്നും ഇഷ്ടം പോലെ കറൻസി കൈകാര്യം ചെയ്യാൻ പറ്റിയിരുന്നില്ല. ദെൻ അത് ലിബറലൈസേഷൻ ഓഫ് റെസ്ട്രിക്ഷൻസ്. ദെൻ സ്റ്റേറ്റ് കൺട്രോൾഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനെ ഡീറെഗുലേറ്റ് ചെയ്തു. ഇപ്പോൾ ഓരോ ബാങ്കുകൾക്ക് നിശ്ചയിക്കാം ഇൻട്രസ്റ്റ് റേറ്റ്. ദെൻ സ്റ്റേറ്റ് കൺട്രോൾഡ് ക്രെഡിറ്റ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനെ മാറ്റി ക്രെഡിറ്റ് പോളിസി റിഫോംസ് കൊണ്ടുവന്നു. അണ്ടർ ഡെവലപ്ഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെന്ത് ചെയ്തു, ക്യാപിറ്റൽ മാർക്കറ്റിൽ വലിയ റിഫോംസ് കൊണ്ടുവന്നു. ഹ്യൂജ് പബ്ലിക് സെക്ടർ ബജറ്ററി റിസോഴ്സസ് ലയബിലിറ്റി ഓൺ ഗവൺമെൻറ്, വലിയൊരു പബ്ലിക് സെക്ടർ ബജറ്ററി റിസോഴ്സ്, അതായത് ബജറ്റിൽ നിന്ന് വലിയൊരു സംഖ്യ എന്ത് ചെയ്തിരുന്നു, മാറ്റി നിർത്തേണ്ട ഒരു ലയബിലിറ്റി ആർക്ക് വന്നിരുന്നു, ഗവൺമെൻറ് വന്നിരുന്നു. അതിനെന്ത് ചെയ്തു, മിനിമൈസ് പബ്ലിക് സെക്ടർ ബജറ്ററി റിസോഴ്സസ്. ദെൻ ഹൈ ടാക്സ് റേറ്റ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിന് പകരം പുതിയ ടാക്സ് റിഫോംസ് കൊണ്ടുവന്നു. ഇതാണ് ന്യൂ എക്കണോമിക് പോളിസിയുടെ പ്രത്യേകത. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഇത്രയാണ്. ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷനുള്ള ഭാഗം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രൈവറ്റൈസേഷൻ എന്നുള്ളതിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ എന്തായിരുന്നു ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയോ അതുപോലെ പബ്ലിക് സെക്ടറും നമ്മൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. അത് ഇൻഡസ്ട്രിയൽ പോളിസി അനുസരിച്ച് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനായിരുന്നു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിന് അവസ്ഥ, അതിന് മുമ്പുള്ള അവസ്ഥ പറയാതെ. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ചില സ്പെസിഫൈഡ് ഏരിയസിൽ റിസർവ്ഡ് ആയിരുന്നു പബ്ലിക് സെക്ടറിന്. അത് ആംസ് ആൻഡ് അമ്യൂണിറ്റീസ്, അലീഡ് ഐറ്റംസ്, ഡിഫൻസ് എക്യുപ്മെൻറ്റ്, ഡിഫൻസ് എയർക്രാഫ്റ്റ്, വാർഷിപ്സ്, അതുപോലെ ആറ്റോമിക് എനർജി, കോൾ ആൻഡ് ലിഗ്നിറ്റ്, മിനറൽ ഓയിൽസ്, മൈനിങ് ഓഫ് അയൺ ഓർ മാംഗനീസ് ഓർ ക്രോം ഓർ ജിപ്സം, സൾഫർ, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, മൈനിങ് ഓഫ് കോപ്പർ, ലെഡ്, സിങ്ക്, ടിന്ന്, മൊളിബിഡീനിയം ആൻഡ് വോൾഫ്രം. ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറും ഇതായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്ത് ചെയ്തു, സ്റ്റേറ്റിൻ്റെ അണ്ടറിലാക്കി മാറ്റി. അത് സ്ട്രാറ്റജിക് കൺസിഡറേഷൻ്റെ ഭാഗമായിട്ടാണ്. ആ ഒരു പോളിസിയിലൊക്കെ ഇപ്പോൾ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൻസ് സെക്ടർ അടക്കം റിസർവ് സെക്ടറില്ലാതെ പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അത് പിൽക്കാലത്ത് വീണ്ടും ആ ഒരു പോളിസി മാറ്റം കൊണ്ടുവരികയും 2-3 ഇൻഡസ്ട്രീസും കൂടി പറയാം. മിനറൽസ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ ടു ദി ആറ്റോമിക് എനർജി കൺട്രോൾ ഓഫ് പ്രൊഡക്ഷൻ യൂസ് ഓർഡർ 1953 അറ്റോമിക് എനർജി കൺട്രോൾ ആൻഡ് പ്രൊഡക്ഷൻ യൂസ് ഓർഡറിലുള്ള പ്രൊഡക്റ്റ് മിനറൽസ്, അതും പിന്നെ റെയിൽവേ ട്രാൻസ്പോർട്ട്, ഇതൊക്കെ റിസർവ്ഡ് ആയിരുന്നു. ഇതിൽ നിന്നും പോളിസി എന്ത് ചെയ്തു, മാറ്റം കൊണ്ടുവന്നു. പബ്ലിക് സെക്ടർ എന്ത് ചെയ്തു, ഈ ന്യൂ എക്കണോമിക് പോളിസിയോടുകൂടി ആറ്റോമിക് എനർജി, സബ്സ്റ്റൻസ് നോട്ടിഫൈഡ് ബൈ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റോമിക് എനർജി, റെയിൽവേ ട്രാൻസ്പോർട്ട് എന്നിവ മാത്രമാക്കി മാറ്റുകയുണ്ടായി. അത് സെക്യൂരിറ്റി ആൻഡ് സ്ട്രാറ്റജി ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയാസാണ് റിസർവ് ഫോർ പബ്ലിക് സെക്ടറിന് റിസർവ്ഡ് ആക്കി മാറ്റി. അതിൽ ആറ്റോമിക് എനർജി വരും, സബ്സ്റ്റൻസ് നോട്ടിഫൈഡ് ബൈ ദി ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ആറ്റോമിക് എനർജി, റെയിൽവേ ട്രാൻസ്പോർട്ട്. ഇതിൽ നമ്മളിപ്പോൾ റെയിൽവേ ട്രാൻസ്പോർട്ട് എന്ത് ചെയ്തു, പ്രൈവറ്റ് ക്യാപിറ്റൽ അലോഡ് ഇൻ റെയിൽവേ ട്രാൻസ്പോർട്ട് എന്ത് ചെയ്തിട്ട് പുതിയ അനുസരിച്ച് നമ്മൾ റെയിൽവേ ട്രാൻസ്പോർട്ടിൽ പ്രൈവറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആറ്റോമിക് എനർജി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു മേഖലയിൽ നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് എന്താണ് പ്രൈവറ്റൈസേഷൻ എന്നുള്ളതിലേക്ക് വരാം. പ്രൈവറ്റൈസേഷൻ്റെ എന്തുകൊണ്ടാണ് പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരാനുള്ള കാരണം, മെയിനായിട്ടുള്ള കാരണം CPUs അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്, സെൻട്രൽ പ്രൈവറ്റ് സെക്ടർ യൂണിറ്റ്സിൻ്റെ ഒക്കെ ഫെയിലിയേഴ്സിൽ നിന്നാണ്. അവയുടെയൊക്കെ പെർഫോമൻസ് മോശമായത് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടി വന്നത്, പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കാനുള്ള ഒരു ഡിസിഷൻ എടുത്തത്. പലപ്പോഴും ഗവൺമെൻറ് ഖജനാവ് കാലിയാക്കുന്ന ഒന്ന് മാത്രമായി എന്ത് ചെയ്തു, ഇത് നിലനിൽക്കുകയുണ്ടായി. അത് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് നിലകൊള്ളുകയുണ്ടായി. ധാരാളം തൊഴിൽ നൽകുന്നു എന്നല്ലാതെ അതിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരു ഡ്രോബാക്സ് ആയിരുന്നു. എന്തൊക്കെയാണ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ആ ഒരു പോരായ്മകൾ എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിലൊന്നായിരുന്നു പൊളിറ്റിക്കലായിട്ടുള്ള ഇൻ്റർഫറൻസ് ധാരാളമുള്ളൊരു മേഖലയായിരുന്നു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. പിന്നെ ഹൈ കോസ്റ്റ് ഓഫ് ഡീൽ, ഹൈ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് കോസ്റ്റ്, ഹൈ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, പല പ്രൊജക്റ്റ് കോസ്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഫിയർ ഓഫ് സ്കാംസ്, പല സ്കാംസും ഇതിൻ്റെ ടെൻഡറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വലിയൊരു അഴിമതി, വലിയൊരു വെട്ടിപ്പൊക്കെ നടക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഇൻഎഫക്റ്റീവായിട്ടുള്ള മാനേജ്മെൻ്റ് ആയിരുന്നു പബ്ലിക് സെക്ടറിന് ഉണ്ടായിരുന്നത്. പിന്നെ ട്രേഡ് യൂണിയൻസും, അത് തൊഴിലാളികളൊക്കെ സംഘടിച്ച് അത് എന്ത് ചെയ്യുന്നു, സ്ഥാപനത്തെ തന്നെ നശിപ്പിക്കുന്നൊരു തരത്തിലുള്ള യൂണിയനിസം. അത് ശരിയായ ഒരു യൂണിയനിസമാണ്, നല്ലൊരു കൾച്ചറായിട്ടുള്ളൊരു ഒരു യൂണിയനിസമല്ല, അത് സ്ഥാപനത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഉള്ള, അത് പലപ്പോഴും ഇൻട്രാ യൂണിയൻ ആയിട്ടുള്ള പല ഡിസ്പ്യൂട്ട്സ് നേരിടേണ്ടി വരുന്ന, സ്ഥാപനം നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടായി. പലപ്പോഴും പ്രൊഡക്ഷനിൽ വലിയൊരു നഷ്ടം കമ്പനികൾക്ക് ഉണ്ടാവുകയുണ്ടായി ഇവരുടെ സ്ട്രൈക്ക് കൊണ്ടൊക്കെ. അൺഇമാജിനേറ്റീവ് പ്രൊഡക്ഷൻ ആൻഡ് അൺഫേവറബിൾ പ്രൈസിങ് പോളിസി, പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നില്ല, ഒരു വ്യക്തമായൊരു ആസൂത്രണത്തോടെ ഇല്ലാത്ത പ്രൊഡക്ഷൻ പോളിസിയും അതുപോലെ തന്നെ അൺഫേവറബിൾ ആയിട്ടുള്ള പ്രൈസിങ് പോളിസിയും ഒക്കെയാണ് പബ്ലിക് സെക്ടറിനെയൊക്കെ നശിപ്പിച്ചത്. പിന്നെ ഫിനാൻഷ്യൽ അലോക്കേഷനുള്ള അൺസർട്ടനിറ്റി, എങ്ങനെ ഫിനാൻസ് അലോക്കേറ്റ് ചെയ്യുന്നതിലുള്ള അൺസർട്ടനിറ്റി, റോങ് ചോയ്സ് ഓഫ് ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നതിലുള്ള പരാജയം, പുവർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റുകൾ ക്വാളിറ്റിയുടെ പുവർ ക്വാളിറ്റി, ഹൈ കോസ്റ്റ്, ഹയർ സോഷ്യൽ കോസ്റ്റ്, അതുപോലെ നെപ്പോട്ടിസം ആൻഡ് കറപ്ഷനും ഉദ്യോഗസ്ഥ മേധാവിത്വമൊക്കെ ഈ കമ്പനികളൊക്കെ എന്ത് ചെയ്തു, അവരുടെ പെർഫോമൻസിനൊക്കെ ബാധിച്ചു. അതുകൊണ്ട് തന്നെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിലുള്ള ഈ ഒരു പോരായ്മയൊക്കെ, ഈ ഒരു ഇൻഎഫിഷ്യൻസീനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ്
പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നത്. ദ വേർഡ് പ്രൈവറ്റൈസേഷൻ ഹാസ് ബീൻ റിസീവ് മച്ച് അറ്റൻഷൻ ഇൻ ബിസിനസ്. അക്കാലത്ത് അങ്ങനെയാണ് പ്രൈവറ്റൈസേഷൻ എന്നുള്ളത് ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് ആൻഡ് അക്കാദമിക് സർക്കിൾസിൽ ഓൺ എ ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്ത് ഒരു ഡിസ്കഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. In fact, language and programs of privatization has been disseminated so rapidly throughout the world that the phenomena can be likened to a revolution or a boon. റവല്യൂഷൻ ആയിക്കൊണ്ട് അല്ലെങ്കിൽ ബൂൺ ആയിക്കൊണ്ട് എന്ത് ചെയ്തു പ്രൈവറ്റൈസേഷൻ നിലവിൽ വന്നു. പ്രൈവറ്റൈസേഷൻ ടെക്നിക്സ് ഓൾറെഡി ബീൻ ട്രൈഡ് ഇൻ കൺട്രീസ് ലൈക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ, ചൈന, US, തുർക്കി, ബ്രസീൽ, മെക്സിക്കോ, റഷ്യ, ജപ്പാൻ. ഇവിടെയൊക്കെ പരീക്ഷിച്ച് കഴിഞ്ഞതായിരുന്നു ഈ പ്രൈവറ്റൈസേഷൻ എന്നുള്ളത്. നമ്മുടെ രാജ്യത്ത് കൂടി എന്ത് ചെയ്തു പ്രൈവറ്റൈസേഷൻ എന്ത് ചെയ്തു വന്നു. then ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകാം. ഹിസ്റ്ററി ഓഫ് പ്രൈവറ്റൈസേഷൻ ജസ്റ്റ് 30 years old to be precise. The real disinvestment started. അത് പ്രൈവറ്റൈസേഷൻ മറ്റൊരു പദം ഉപയോഗിക്കുകയാണ്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ഗവൺമെൻറ്റിനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എന്ത് ചെയ്യുക, പബ്ലിക് സെക്ടറിൽ നിന്ന് പിൻവലിക്കുക എന്നുള്ളതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അത് സ്വകാര്യ മേഖലയ്ക്ക് എന്ത് ചെയ്യുക, സെല്ല് ചെയ്യുക, അതായത് അതിൻ്റെ ഷെയർസ് സെൽ ടു ദി പ്രൈവറ്റ് പാർട്ടീസിന്, പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനീസിന് എന്ത് ചെയ്യുക, സെല്ല് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. അതുകൊണ്ട് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയും. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൺലി ഇൻ 1980s. ദ വേർഡ് പ്രൈവറ്റൈസേഷൻ ഫസ്റ്റ് മെയ്ഡ് ഇൻ ഇറ്റ്സ് അപ്പിയറൻസ് വേ ബാക്ക് ഇൻ ലേറ്റ് 1960s. 60s ആ വാക്ക് തന്നെ വരുന്നത്. ദ ക്രെഡിറ്റ് ഫോർ ഇൻവെൻറ്റിംഗ് ദ വേർഡ് ഗോസ് ടു പീറ്റർ എഫ് ഡ്രക്കർ. പീറ്റർ ഡ്രക്കർ മാനേജ്മെൻറ്റ് തിങ്കർ ആയിട്ടുള്ള പീറ്റർ എഫ് ഡ്രക്കർക്കാണ് അതിൻ്റെ ഒരു ഇൻവെൻഷൻ്റെ ഒരു ക്രെഡിറ്റ് പോകുന്നത്. ഹു യൂസ് ദ first in his famous book The Age of Discontinuity in 1969. 1969 ഏജ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന ബുക്കിലാണ് എന്ത് ചെയ്യുന്നത്, ഇതേക്കുറിച്ച് എന്ത് ചെയ്യുന്നത് ആദ്യം പ്രതിപാദിക്കുന്നത്. 10 years later, Margaret Thatcher became Prime Minister of Great Britain, and it was she who gave practical shape to privatization. ഈ മാർഗരറ്റ് താച്ചറാണ് പ്രൈവറ്റൈസേഷൻ എന്ത് ചെയ്തത്, ഒരു ഷേപ്പ് കൊണ്ടുവരുന്നത്. ലേറ്റർ ആഫ്റ്റർ കൺട്രി ഫെൽ ഇൻ ലൈൻ വിത്ത് ഗ്രേറ്റ് ബ്രിട്ടൻ ഇൻ മൂവ് ടുവാർഡ്സ് പ്രൈവറ്റൈസേഷൻ. നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു പ്രൈവറ്റൈസേഷനിലേക്ക് എന്ത് ചെയ്തു പോവുകയുണ്ടായി ഓരോ രാജ്യങ്ങളും. ഇൻ ഇന്ത്യ പോളിസി റിലേറ്റിംഗ് ടു സെയിൽ ഓഫ് CPSUs ഹാവ് ഇവോൾവ്ഡ് ഓവർ ടൈം. അത് സെയിൽ ഓഫ് CPSUs എന്ത് ചെയ്തു, ആ ഒരു പോളിസി ആക്കി എടുത്തു. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ബിഗാൻ ഇൻ 1991-92. 1991-92 എന്ത് ചെയ്തു, ബിഗാൻ ചെയ്തു. ദ ഇൻഡസ്ട്രിയൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് 1991 stated that government would divest part of its holdings in select CPSUs. സെൻട്രൽ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിൻ്റെ ഹോൾഡിങ്സിൽ അതിൻ്റെ പാർട്സ് എന്ത് ചെയ്യുന്നു, വിൽക്കുമെന്ന് 1991 ഇൻഡസ്ട്രിയൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റിൽ ഗവൺമെൻറ് പറഞ്ഞു. In present of this, government appointed a committee in disinvestment in 1993. 1993 എന്ത് ചെയ്തു, ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുകയുണ്ടായി. It stated that percentage of the equity to be invested could be worth 49% for industries reserved explicitly for the public sector. അപ്പോൾ ഇക്വിറ്റിയിൽ ഒരു 49% എന്തായിരിക്കും, പബ്ലിക് സെക്ടറിന് തന്നെയായിരിക്കും. 26% ഫോർ എൻ്റർപ്രൈസസ് ദാറ്റ് ഹാഡ് ഡോമിനൻ്റ് മാർക്കറ്റ് ഷെയറിൽ വലിയൊരു ശതമാനം ഉള്ള സ്ഥാപനങ്ങൾക്കാണെങ്കിൽ 26% ആക്കി മാറ്റും. 74% മറ്റുള്ള എൻ്റർപ്രൈസസിനും നൽകുന്ന രീതിയിലാണ് പ്രൈവറ്റൈസേഷൻ ചെയ്തത്. ദസ് ബിഗാൻ ദി പ്രോസസ് ഓഫ് പ്രൈവറ്റൈസേഷൻ ഇൻ ഇന്ത്യ. ദെൻ ഇതിൻ്റെ പ്രൈവറ്റൈസേഷൻ്റെ നാച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. എന്താണ് പ്രൈവറ്റൈസേഷൻ്റെ നാച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ്? Privatization may be understood as a process whereby activities or enterprises that were once performed or operated by the government and its employees are now performed, managed, owned by private business and individuals. ഗവൺമെൻറ് ഗവൺമെൻറ് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന കമ്പനികളിൽ നിന്ന് അതിൻ്റെ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, പ്രൈവറ്റ് പെർഫോം ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു, ഓൺഡ് ബൈ പ്രൈവറ്റ് ബിസിനസ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് എന്ത് ചെയ്യുക, കൈമാറുന്ന അവസ്ഥ. എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, പ്രൈവറ്റിൻ്റെ ആളായി മാറുന്നു. ഓഫൺ വിച്ച് മച്ച് ബെറ്റർ റിസൾട്ട്സ് ഇൻ ടേം ഓഫ് കോസ്റ്റ് ആൻഡ് ക്വാളിറ്റി ഓഫ് സർവീസ്. കോസ്റ്റിൻ്റെ കാര്യത്തിൽ ക്വാളിറ്റി ഓഫ് സർവീസിൽ എന്ത് ചെയ്യുന്നു, നല്ലൊരു റിസൾട്ട് അതിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ്
Replacement of government monopolies by market forces is often affected by privatization achieves this results by replacing government monopolies with competitive pressures of the marketplace to encourage efficiency. മാർക്കറ്റിലുള്ള കോമ്പറ്റേറ്റീവ് പ്രഷേഴ്സ് ഉണ്ടാവുകയും അതനുസരിച്ച് എഫിഷ്യൻസി വർദ്ധിക്കുകയും ക്വാളിറ്റി വർദ്ധിക്കുകയും ഇന്നൊവേഷൻ സാധ്യമാവുകയും ചെയ്യും ഇൻ ദി ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്നാണ് ഈ ഒരു പ്രൈവറ്റൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത്. Replacement of government monopolies by the market forces is often affected by sale ഫുള്ളായിട്ടോ അല്ലെങ്കിൽ പാർഷ്യലായിട്ടോ എന്ത് ചെയ്യുന്നു, ഈ ഒരു സെയിൽ എന്ത് ചെയ്യുന്നു, എഫക്റ്റ് ചെയ്യുന്നു ഓൺ ഗോയിങ് സി പി എസ് നിലവിലുള്ള സി പി എസ് യൂസ് ബൈ സെയിൽ ഓഫ് ദെയർ അസറ്റ്സ്, അവയുടെ അസറ്റ് വിൽക്കുന്നു ഫോളോയിങ് ലിക്വിഡേഷൻ, അത് ലിക്വിഡേഷന് ശേഷം സെയിൽ ഓഫ് ബിസിനസ് ഓർ ഇറ്റ്സ് അസറ്റ്സ് പോപ്പുലർലി കോൾഡ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഇങ്ങനെ സെയിൽ അതിൻ്റെ ബിസിനസ് അല്ലെങ്കിൽ സെയിൽ അസറ്റിന് വിൽക്കുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഹാസ് ബീൻ that most widely employed and debated form of privatization, and this is the option that stressed in most widely employed and debated form of privatization. ഇതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മുടെ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന പ്രൈവറ്റൈസേഷൻ്റെ ഫോം. എന്താണ് ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈവറ്റൈസേഷൻ? എവരിവെയർ is to improve performance of CPSUs so as to lessen the financial burden of taxpayers. CPSUസിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ദ അതർ ഒബ്ജക്റ്റീവ്സ് എയിം ടു ഇൻക്രീസ് ദി സെയിൽസ് ആൻഡ് ഡൈനാമിസം ഓഫ് പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിൻ്റെ എന്ത് ചെയ്യണം, സെയിൽസും ഡൈനാമിക്സും ഒക്കെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓണർഷിപ്പ് മോർ വൈഡ്ലി ഇൻ ദി പോപ്പുലേഷൻ അറ്റ് ലാർജ്, എന്ത് ചെയ്യണം, ഓണർഷിപ്പ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. എൻകറേജിങ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൈവറ്റ് സെക്ടറിനെ ഇൻവെസ്റ്റ്മെൻറ്റിനെ എൻകറേജ് ചെയ്യണം ഫ്രം ദി ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ സോഴ്സസ്. അത് ഡൊമസ്റ്റിക് ആയിക്കൊള്ളട്ടെ ഫോറിൻ സോഴ്സ് ആയിക്കൊള്ളട്ടെ. ജനറേറ്റ് റവന്യൂ ഫോർ ദി സ്റ്റേറ്റ്, സ്റ്റേറ്റിനുള്ള റവന്യൂ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ കഴിയും. പ്രൈവറ്റ് ആണെങ്കിലും സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. റെഡ്യൂസിങ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ബേർഡൻ ഓൺ ദി സ്റ്റേറ്റ്, സ്റ്റേറ്റിൻ്റെ വലിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് ബേർഡൻ അവിടെ കുറഞ്ഞു കിട്ടുന്നു. ഇൻ ദി കേസ് ഓഫ് ഫോർമൽ സോഷ്യലിസ്റ്റ് കൺട്രീസ്, launching and sustaining the transformation of economy from a command to a market model. കമാൻഡ് മോഡലിൽ നിന്ന് മാർക്കറ്റ് മോഡലിലേക്ക് മാറിയിട്ടുണ്ട് സോഷ്യലിസ്റ്റ് കൺട്രീസ് അടക്കം. പോപ്പുലറൈസേഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ, പ്രൈവറ്റ് സെക്ടറിനെ പോപ്പുലറൈസേഷൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പ്രൈവറ്റൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്. പോപ്പുലറൈസേഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ. ദെൻ പ്രൈവറ്റൈസേഷൻ്റെ റൂട്ട്സ് ഏതൊക്കെയാണ് നോക്കാം. ഇതൊക്കെ പ്രൈവറ്റൈസേഷൻ: സെയിൽ ടു പബ്ലിക്, then management employee buyout, equal access vouchers privatization, spontaneous privatization, cross holdings, strategic sale. ഇതാണ് പ്രൈവറ്റൈസേഷൻ്റെ വിവിധ തരങ്ങൾ. ദെൻ എന്തൊക്കെ പ്രൈവറ്റൈസേഷൻ്റെ അനുകൂലമായിട്ട് പ്രതികൂലമായിട്ടുള്ള വാദങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. Arguments for privatization. അതിലൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞാണ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ഇനബിലിറ്റി ടു ഇംപ്രൂവ് ദെയർ മാനേജ്മെൻറ്റ് സിസ്റ്റം ആൻഡ് ടു റെസ്പോണ്ട് ടു ദി ചാലഞ്ചസ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ്റെ ചാലഞ്ചസിനായിട്ട് പ്രതികരിക്കുന്നതിലൊക്കെ പരാജയപ്പെടുന്നു. അതേപോലെ തന്നെ ഗിവൺ ദി കൺസ്ട്രെയിൻസ് ഇമ്പോസ്ഡ് ബൈ ഓണർഷിപ്പ് സ്ട്രക്ചർ, അതിൻ്റെ ഓണർഷിപ്പ് സ്ട്രക്ചറിൻ്റെ ഒരു കൺസ്ട്രെയിൻസ് ഉണ്ട്. Dispersed among many departments and agencies representing the government. Then the need to introduce competition in network industries ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കണം. ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യേണ്ടിയിട്ടുണ്ടെങ്കിൽ. ആൻഡ് നെസസിറ്റേറ്റിംഗ് ബ്രേക്കപ്പ് ദി സോ കോൾഡ് നാച്ചുറൽ മോണോപ്പൊളീസ് മാനേജ് ബൈ ദി പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിൻ്റെ ഒരു മോണോപ്പൊളി എന്ത് ചെയ്യാം, അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. Then practical and hugely successful regime of separate interconnected network elements. Then introducing competition in these elements. അവിടെയൊക്കെ കോമ്പറ്റീഷൻ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അതെന്ത് ചെയ്യുന്നു, ഗ്രാജുവലി പ്രൈവറ്റ് സെക്ടറിന് മേജർ പോർഷൻസ് ഓഫ് ദിസ് നെറ്റ്വർക്ക് പ്രൈവറ്റ് സെക്ടറായി മാറും ആ സെക്ടറുകളൊക്കെ. ദെൻ മൂന്നാമത്തെ, ദ ഇൻഎബിലിറ്റി ടു പബ്ലിക് എൻ്റർപ്രൈസസ് ടു ബി ഫ്ലെക്സിബിൾ ആൻഡ് എഫിഷ്യൻറ്റ് in the face of competition, not only from the indigenous companies but also from the international peers in the increasingly globalizing world with low tariff barriers.
പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഒരിക്കലും തന്നെ എന്തായിരുന്നില്ല, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിന് ഫ്ലെക്സിബിൾ ആകാൻ കഴിയുന്നില്ല, എഫിഷ്യൻ്റ് ആകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്ലോബലൈസേഷൻ്റെ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, അത്തരത്തിലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഇതിൽ പറഞ്ഞു ഇനബിലിറ്റി ഓഫ് ഗവൺമെൻറ് ടു സസ്റ്റെയിൻ ലോങ് ടേം ഫണ്ടിങ് ഓഫ് ലോസസ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിന് ഉണ്ടാകുന്ന നഷ്ടങ്ങളെ ഗവൺമെൻറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ദ ഇനബിലിറ്റി ഓഫ് പബ്ലിക് സെക്ടർ ടു ജനറേറ്റ്, ഒബ്റ്റെയിൻ ആൻഡ് ഇൻവെസ്റ്റഡ് adequate fund in a timely manner and expanding their infrastructure. ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഡെവലപ്പ് ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ അതിന് ആഡിക്കേറ്റ് ആയിട്ടുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും ജനറേറ്റ് ചെയ്യുന്നതിലും പബ്ലിക് സെക്ടർ എന്ത് ചെയ്യുന്നു, ഇന്നബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ദെൻ ദ കമ്പൽഷൻ ഓഫ് ഗവൺമെൻറ് ടു റൈസ് റിസോഴ്സസ് ഫോർ ബാലൻസിങ് ഗവൺമെൻറ് ബഡ്ജറ്ററി ഡെഫിസിറ്റ്. ഗവൺമെൻറ്റിന് എന്ത് ചെയ്യേണ്ടി വരുന്നു, ബഡ്ജറ്ററി ഡെഫിസിറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ആർഗ്യുമെൻ്റ് ആയിട്ട് പറയുന്നത്. The rising expectation of taxpayers and consumers from the government system to reduce taxes and improve services. ടാക്സ് കുറക്കുക, അതുപോലെ സർവീസ് എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക. എക്സ്പ്രസ് ത്രൂ ഇൻക്രീസിംഗ്ലി പവർഫുൾ പ്രിൻറ്റ് ആൻഡ് ഇലക്ട്രോണിക് മോഡേൺ ആൻഡ് അതായത് ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. ലീഡിങ് ടു ഡിമാൻഡ് ഫോർ റെഡ്യൂസ് റോൾ ഓഫ് ഗവൺമെൻറ് എക്കണോമിയിൽ തന്നെയുള്ള റോൾ എന്ത് ചെയ്യുക, ഗവൺമെൻറ് കുറക്കുക എന്നുള്ളതാണ്. കൂടുതൽ ടാക്സിൽ നിന്നൊക്കെയുള്ള വരുമാനം കാണുന്നൊരു രീതിയിലേക്ക് ഗവൺമെൻറ് മാറുക. The success of government both in communist and non-communist countries to make widespread changes in government system through reforms and privatization. കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ളതും നോൺ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള കൺട്രീസൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ റിഫോംസ് പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നിട്ട് അതിൽ വിജയം വരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരാനുള്ള മെയിനായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്ന ആർഗ്യുമെൻറ്റ്സ്. ദെൻ എക്സ്പോസിങ് ഫേംസ് ടു മാർക്കറ്റ് ഡിസിപ്ലിൻ and promoting wider share ownership. മാർക്കറ്റ് ഡിസിപ്ലിൻ ഉണ്ടാവുകയും അതുപോലെ ഓണർഷിപ്പിൽ വൈഡർ ഷെയർ ഉണ്ടാവുകയും ചെയ്യും, അത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ദ നീഡ് ടു റൈസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് എന്ത് ചെയ്യുന്നു, റൈസ് ചെയ്യാൻ സാധിക്കും. ഫോർ ഇൻക്രീസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അത് എന്ത് ചെയ്യുന്നു, വർത്തുകയും ചെയ്യുക. അതായത് പബ്ലിക് സെക്ടർ ആകുമ്പോൾ അത് സാധിക്കില്ല എന്നുള്ളതാണ്. പ്രൈവറ്റ് സെക്ടർ ആകുമ്പോൾ ഇവിടെയൊക്കെ വിദേശത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ആകർഷിക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ആർഗ്യുമെൻറ്റ്സ് അഗെയിൻസ്റ്റ് പ്രൈവറ്റൈസേഷൻ. ഏതൊക്കെയാണ് ഇതിന് എതിർക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എതിർവാദങ്ങളായിട്ടുള്ളത് നോക്കാം. പ്രൈമറി റീസൺ ഫോർ പ്രൈവറ്റൈസേഷൻ മസ്റ്റ് ബി ഇംപ്രൂവ് ദി എഫിഷ്യൻസി ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഇംപ്രൂവ് ചെയ്യാനാണെന്ന് പറയുന്നു. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് once the units are handed over to the private sector, they will be debureaucratized, will have professional management and will improve performance in all respects. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇത് നമ്മൾ പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുന്നതോടുകൂടി ഡീബ്യൂറോക്രൈറ്റൈസ് ചെയ്യപ്പെടുന്നു. ആ ചുവപ്പ് ബ്യൂറോക്രസിയുടെ ഒരു ചരടിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, അത് മോചിപ്പിക്കപ്പെടുന്നു. അത് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് അതിന് സാധ്യമാകുന്നു, പെർഫോമൻസ് അതുവഴി ഉണ്ടാകുന്നു. വെദർ ദീസ് ക്ലെയിം ഹോൾഡ്സ് എനി വാട്ടർ ക്യാൻ സീൻ ഇഫ് വൺ വർ ഡിഗ് ഫോർ റീസൺസ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു സിക്നസ് ഇൻ ദി പ്രൈവറ്റ് സെക്ടർ ഇൻ ദി ഫസ്റ്റ് പ്ലേസ്. നമുക്കതിൽ പ്രൈവറ്റ് സെക്ടറിൻ്റെ സിക്നസ് പരിശോധിക്കുകയാണെങ്കിൽ പല സെക്ടേഴ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റബിളി റൺ ചെയ്യുന്ന സെക്ടേഴ്സ് പോലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റൈസ് ചെയ്തിട്ടുണ്ട്. അതായത് മറ്റൊരു പ്രശ്നം എന്താണ്, ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിലുള്ള ഗവൺമെൻറ് തന്നെ ആയിട്ടുള്ള ബോസസ്, അതേപോലെ തന്നെ ഇവരൊക്കെ തന്നെയാണ് അതിൻ്റെ ആ സ്ഥാപനങ്ങളൊക്കെ പ്രോഫിറ്റബിൾ ലൈനിലേക്ക് റൺ ചെയ്യാൻ കഴിയുന്ന ആളുകൾ, റൺ ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്ന ആളുകൾ. ആ വിഷയത്തെയും കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും നോക്കാതെയാണ് ഈ യൂണിറ്റുകൾ കണ്ടെത്തി അത് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പ്രൈവറ്റൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സെൻട്രൽ PSUs ആർ ബോൺ വിത്ത് സീരിയസ് ഡിഫക്ട്സ്. ഈ സെൻട്രൽ PSUs തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്,
ഉണ്ടായത് തന്നെ ഒരുപാട് ഡിഫക്ട്സോട് കൂടിയാണ്. അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ പോയിൻറ്റ്സ് അവിടെ ഓർമ്മിക്കുക. ആ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ ഉണ്ടായതാണ്. അതൊക്കെ അതിനൊക്കെ വേണ്ടി ചില അണ്ടർടേക്കിങ്സ് വേർ സെറ്റപ്പ് ബാക്ക്വാർഡ് ഏരിയാസ് ഫോർ പൊളിറ്റിക്കൽ റീസൺ. അതിൻ്റെയൊക്കെ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. നമ്മൾ ബാക്ക്വാർഡ് റീജിയൺസിൽ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള കാരണം എന്താണെന്നൊക്കെയുള്ള അതിൽ ചില രാഷ്ട്രീയ കാരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻഡിക്കേറ്റായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയലിൻ്റെ കാര്യം കൊണ്ടുവരുന്ന കാര്യത്തിൽ, മറ്റ് ട്രാൻസ്പോർട്ടേഷൻ, ഫിനിഷ്ഡ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ, മറ്റ് ഓപ്പറേഷൻ കോസ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ അവർക്ക് എന്ത് ഉണ്ടായിട്ടുണ്ട്, വലിയൊരു ഹ്യൂജ് ബേർഡൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവിടെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേബർ അവൈലബിലിറ്റി നോക്കണം. ലേബർ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ബാക്ക്വാർഡ് ഏരിയയിലാണ്. ആ ബാക്ക്വാർഡ് ഏരിയയിൽ ലേബർ അവൈലബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ള കൂടി ഉദ്ദേശം ഈ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിന് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, പക്ഷേ ആ ഒരു ലേബറിൻ്റെ ഒരു പോരായ്മ നമ്മൾ പരിഹരിക്കേണ്ടതായിരുന്നു. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആയിരുന്നില്ല. അതുപോലെ തന്നെ ടെക്നോളജി ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ആളുകളായിരുന്നില്ല അവർ. അതുകൊണ്ട് തന്നെ സബ് സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റുകൾ അവിടെ ഉൽപ്പാദിപ്പിക്കുകയുണ്ടായി. ദെൻ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ, സാധാരണ CPUs ഉണ്ടാകുന്നതിന് മുന്നേ extraneous reasons often killed the CPUs even before they were born. ഉണ്ടാകുന്നതിന് മുന്നേ നശിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് ഇവിടെ. Many factories, for example, we set up just because technology and machinery were offered on easy terms, like USSR ഒക്കെ കൊടുത്ത ഒരു ടെക്നോളജിയുടെ ഭാഗമായിക്കൊണ്ട്, ടെക്നോളജി കൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പ്ലാന്റ് ചെന്നൈയിൽ ഉണ്ടാക്കി. അതെന്തില്ല, could not run well because many of instruments produced were too big to used on ഇന്ത്യൻസിന് യൂസ് ചെയ്യാൻ പറ്റാത്ത വലിയ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ദ സൈസ് വെർ മോർ അപ്രോപ്രിയേറ്റ് ഫോർ റഷ്യൻസിന് പറ്റുന്ന വിധത്തിലുള്ള സാധനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പോരായ്മകളൊക്കെയാണ് നമ്മൾ പബ്ലിക് സെക്ടറിൽ ഉണ്ടായിരുന്നത്. നമ്മൾ വെറും സിക്നെസ് റീസണായിട്ട് എടുക്കാൻ നമുക്ക് പറ്റില്ല. അതിന് പുറമേയുള്ള ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ സിക്നെസ്സിൻ്റെ മിത്തിനെ തന്നെ പൊളിക്കുന്ന പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഡോക്ടർ നാഗരാജിൻ്റെ ഒരു പഠനം സ്റ്റഡി എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി 1993 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് സിക്നെസ് ഓഫ് CPUs എന്ന് പറയുമ്പോൾ പ്രൈവറ്റൈസേഷൻ CPUsൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഇംബാലൻസസ് ആണ്. ഫിസിക്കലായിട്ടുള്ള ഇംബാലൻസസ് കൊണ്ടാണ് പ്രൈവറ്റൈസേഷൻ വരുന്നതെന്നുള്ളതാണ് പറയുന്നത്. അതായത് പ്രോബ്ലം ഓഫ് ഗ്രോയിങ് ഫിസിക്കൽ ഇംബാലൻസസ് നോട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ദി ഡിക്ലൈനിങ് സേവിങ്സ് റേറ്റ് ഓഫ് CPUസിൻ്റെ സേവിങ് റേറ്റിൽ ഉണ്ടായിട്ടുള്ള ഡിക്ലൈനിങ് കൊണ്ടല്ല എന്തുണ്ടാകുന്നത്, ഈ ഫിസിക്കൽ ഇംബാലൻസ് ഉണ്ടാകുന്നത്. അത് ഡ്യൂ ടു ദി അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന ഡിക്ലൈൻ ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഓവറോൾ ഡെഫിസിറ്റ് ഓഫ് CPUs എന്ന അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ നെറ്റ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ ഫ്ലോസ് ബിറ്റ്വീൻ CPUs ആൻഡ് ഗവൺമെൻറ് ആസ് എ പ്രൊപ്പോർഷൻ ഓഫ് GDP. ഇത് GDPയുടെ ഒരു പ്രൊപ്പോർഷനായിട്ട് ഗവൺമെൻറ്റും CPUസും നടക്കുന്ന ഫിനാൻഷ്യൽ ഫ്ലോസിനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓവറോൾ ഡെഫിസിറ്റ് ഓഫ് CPUസിനെ കുറിച്ച് കണക്കാക്കാൻ ഉപയോഗിക്കുന്നു. ഇൻക്രീസ്ഡ് മാർജിനലി ഓവർ ദി 3 decades ഇൻ 1960 to 91. അതെന്ത് ചെയ്തിട്ടുണ്ട്, മാർജിനലി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻഎഫിഷ്യൻറ്റ് കമ്പയർഡ് ടു ദി ഷാർപ്പ് ഡിറ്റീരിയറേഷൻ ഇൻ ദി ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ് വിറ്റ്നസ്ഡ് സിൻസ് ദി mid-70s. അത് ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടായിട്ടുള്ള ഈ വർധന ഒരിക്കലും തന്നെ നോട്ട് ഓൺ അക്കൗണ്ട് ഓഫ് CPUs ഓവറോൾ ഡെഫിസിറ്റ്.
CPSUs ഉണ്ടായിട്ടുള്ള ഓവറോൾ ഡെഫിസിറ്റിൻ്റെ ഫലമല്ല എന്നാണ് ഈ ഇതിൽ പറയുന്നത്. ബജറ്ററി ബേർഡൻ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ സം ഓഫ് ഗവൺമെൻറ് ഇക്വിറ്റി ലോൺസ് ക്യാപിറ്റൽ ഗ്രാൻഡ് ടു CPSUs ആസ് പ്രൊപ്പോർഷൻ ഓഫ് കറൻറ്റ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസസ്. മാർക്കറ്റ് പ്രൈസസിൻ്റെ കറൻറ്റ് GDPയുടെ ആ ഒരു പ്രൊപ്പോർഷനിലാണ് ലോണും ക്യാപിറ്റൽ ഗ്രാൻഡും ഇക്വിറ്റിയൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മുടെ ബജറ്ററി ബേർഡനായിട്ട് വരുന്നത്. ദെൻ CPSUs ഗ്രോസ് എക്സ്പെൻഡിച്ചർ എന്നാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സം ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസപ്ഷൻ കോമ്പൻസേഷൻ ടു എംപ്ലോയീസ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് മൂന്നും ചേർന്നതാണ് ഗ്രോസ് എക്സ്പെൻഡിച്ചർ എന്നാണ്. അതിൽ ബജറ്ററി ബേർഡൻ എന്ന് പറയുന്നത് ഹാവ് 2% ഓഫ് GDP സിൻസ് 1980s. 80s 2% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഇതിൽ പറഞ്ഞ ഗ്രോസ് എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റഡി ഡിക്ലൈൻ നമുക്ക് 60s കാണാൻ പറ്റുന്നുണ്ട്. 35% ഇൻ 61, 62 ആൻഡ് 89, 90 ആകുമ്പോൾ 7% ഒക്കെയാണ്. ഇതൊക്കെയും നമ്മുടെ ഫിസിക്കൽ ബാലൻസസിനുള്ള കാരണം CPSUs ആണെന്നുള്ള വാദത്തെ തള്ളിക്കളയുന്നതാണ്. അതിന് മറ്റൊന്ന് പ്രൈവറ്റൈസേഷന് സപ്പോസ് ദി പ്രിവലൻസ് ഓഫ് കൺട്രി കണ്ടീഷൻസ്. നമ്മുടെ രാജ്യത്തിൻ്റെ കണ്ടീഷൻസും എക്കണോമിക് കണ്ടീഷൻസും നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മാക്രോ എക്കണോമിക് പോളിസി ഫ്രെയിംവർക്ക് എങ്ങനെ, അത് മാർക്കറ്റ് ഫ്രണ്ട്ലി അല്ല. അതുപോലെ എഫക്റ്റീവ്നെസ് ഓഫ് റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മളെ റെഗുലേറ്ററി സൂപ്പർവൈസറി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ പോരായ്മ, ഇതൊക്കെയാണ് പരിഗണിക്കേണ്ടത്. അത് നല്ലൊരു ഫേവറബിളായിട്ടുള്ള മാക്രോ എക്കണോമിക് ആയിട്ടുള്ള ഒരു പോളിസിയാണ്, ഒരു കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുകയും അത് അട്രാക്റ്റ് ചെയ്യുമെന്ന് പറയാം. അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷന് കോമ്പറ്റീഷൻ ഉണ്ടാക്കും ആൻഡ് പ്രൊഡ്യൂസ് എഫിഷ്യൻസി റദർ ദാൻ സിംപിൾലി ട്രാൻസ്ഫർ റൺസ് ഫ്രം CPS ടു ന്യൂ പ്രൈവറ്റ് ഓണേഴ്സ്. നമ്മൾ CPSUസിനെ പ്രൈവറ്റ് ഓണേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് എഫിഷ്യൻസി ഉണ്ടാവുമെന്ന് പറയുന്നു. സക്സസ്ഫുൾ പ്രൈവറ്റൈസേഷൻ അത് നമുക്ക് ചിലിയിലും അതേപോലെ തന്നെ ഒക്കെ കാണാം. അതായത് പക്ഷേ ഇവിടെ പറയുന്നത് പ്രൈവറ്റൈസേഷൻ അല്ല അത് ഉണ്ടാക്കുന്നത്, മാക്രോ എക്കണോമിക് ആയിട്ടുള്ള റിഫോംസ് ആണ് ഉണ്ടാക്കുന്നത്. ചിലിയിലും മെക്സിക്കോയിലൊക്കെ നടന്നിട്ടുള്ളത് അത്തരത്തിലുള്ള മാക്രോ എക്കണോമിക് റിഫോംസ് വെൽ ബിഫോർ പ്രൈവറ്റൈസേഷന് മുമ്പ് നടപ്പിലാക്കിയ മാക്രോ എക്കണോമിക് റിഫോംസ് ആണ്. അപ്പോൾ അത്തരത്തിൽ മാക്രോ എക്കണോമിക് റിഫോംസ് ആണ് വേണ്ടതെന്നാണ് മറ്റൊരു വാദം. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഗോസ് ടു ക്രെഡിറ്റ് ദി പ്രസൻറ്റ് ഗവൺമെൻറ് that it has partly succeeded in creating a favorable macro and economic environment. അത് മാർക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്കണോമിക് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുന്നതിൽ എന്തുണ്ട്, ഗവൺമെൻറ്റിന് വലിയൊരു പങ്കുണ്ട്. അതിനായിട്ടുള്ള റിഫോംസ് എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ലെവലിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഫിനാൻസ് മിനിസ്റ്ററൊക്കെ അത്തരത്തിൽ ഒരു തരത്തിൽ അഡ്വക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇലക്ട്രിസിറ്റി ബോർഡ് ആയിക്കോട്ടെ, വാട്ടർ സപ്ലൈ ബോർഡൊക്കെ ആയിക്കോട്ടെ, അതിൽ ഒഫീഷ്യൽ ഒരിക്കലും തന്നെ എന്ത് ചെയ്യുന്നില്ല, അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ അഡ്വക്കേറ്റ് ചെയ്യുന്നില്ല. അതേപോലെ നല്ലൊരു ലീഗൽ ഫ്രെയിം വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സക്സസ്ഫുൾ പ്രൈവറ്റൈസേഷൻ. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നില്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. ക്രിയേറ്റിംഗ് സച്ച് എ ഫ്രെയിം വർക്ക് ഇൻഡൈസ് ഡെവലപ്പിംഗ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് ലെജിസ്ലേഷൻ, പ്രോപ്പർട്ടി ലോ, കോമ്പറ്റീഷൻ ലോ, കോർപ്പറേറ്റ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ്, എൻവയോൺമെൻറ്റൽ ലെജിസ്ലേഷൻ, ഇതൊക്കെ നല്ല ശക്തമായ നിയമങ്ങൾ ആവശ്യമാണ്. ഈ നിയമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈവറ്റൈസേഷൻ എന്തിലുള്ള വിജയിക്കുള്ളൂ. ഡിഫൈനിങ് പ്രോപ്പർട്ടി റൈറ്റ്സ്, മോഡിഫൈങ് ലെജിസ്ലേഷൻ ഓഫ് CPSUs ആയിട്ട് ബന്ധപ്പെട്ട തന്നെ ലെജിസ്ലേഷൻ നടത്തേണ്ടതുണ്ട്. ടു ബി ഡിവൈസ്റ്റഡ് ആൻഡ് ഡെവലപ്പിംഗ് ലോസ് ഫോർ ഓർഗനൈസിങ് പ്രൈവറ്റൈസേഷൻ പ്രോസസ്സിന് മുമ്പ് ഇതൊക്കെ നടക്കേണ്ടത്. ദെൻ വർക്കേഴ്സ് ഇൻ CPSUs മറ്റൊരു വിഷയമാണ്. CPSUസിലെ വർക്കേഴ്സിൻ്റെ കാര്യം. അവരെ ഗവൺമെൻറ് സർവൻ്റായിട്ടാണ് നമ്മൾ സാധാരണ ട്രീറ്റ് ചെയ്യാറ്. അത് ഗവൺമെൻറ് എംപ്ലോയീസ് ദേ കനോട്ട് ബി ലീഗലി ട്രാൻസ്ഫർ ടു പ്രൈവറ്റ് സെക്ടർ. അവരെ നമുക്കൊരു തന്നെ ലീഗലി എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൈവറ്റ് സെക്ടറിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ട്രാൻസ്ഫർ ഈസ് ഹൗ എവർ ഇൻഎവിറ്റബിൾ
ഇൻ എനി പ്രൈവറ്റൈസേഷൻ പ്രോഗ്രാം. ഏത് പ്രൈവറ്റൈസേഷൻ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമുക്കങ്ങനെ വർക്കേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. അതുപോലെ സിമിലർലി ദർ ഈസ് ഓൾസോ ഫിയർ ഓഫ് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ. വയലേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ദെൻ ദ പ്രസൻറ്റ് പ്രാക്ടീസ് ഓഫ് അപ്ലോഡിങ് ഇക്വിറ്റി ടു ഹാൻഡ്ഫുൾ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒക്കെ കയ്യിലേക്ക് നമ്മുടെ ഒരു ഈ പ്രൈവറ്റൈസ് ചെയ്ത സ്ഥാപനങ്ങൾ പോകാവുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. അത് ശരിക്കും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മറ്റുള്ളവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്, അത് ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നാഷണൽ പ്രോസ്പെരിറ്റിയെയും ബാധിക്കും. അതുപോലെ മറ്റുള്ളവരെ ഓപ്പർച്യൂണിറ്റീസൊക്കെ ഡിനൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലീഗൽ ഹാർഡിൽസ് ഓഫ് ടൈപ്പ് മെൻഷൻഡ്, ലീഗലായിട്ടുള്ള ബാരിയേഴ്സൊക്കെയും പ്രൈവറ്റൈസേഷന് ഉണ്ടെന്ന് പറയാം. ദെൻ മറ്റൊരു ഓപ്പോസിഷനാണ് പ്രൈവറ്റൈസേഷൻ പറയുന്നത് ആഡിക്വസി ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ടു അബ്സോർബ് ന്യൂ സെക്യൂരിറ്റീസിന് എന്ത് ചെയ്യുക, അബ്സോർബ് ചെയ്യാനുള്ള ആഡിക്വസി ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടായിരിക്കണം. അവൈലബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ എക്സ്പെർട്ടൈസ് ടു ഇവാലുവേറ്റ് ദി വർക്ക് ഓഫ് CPSUs അസറ്റ്. CPSUസിൻ്റെ അസറ്റുകൾ വാല്യൂ ചെയ്യുന്നതിൽ CPSUs അധികം വെക്കുന്ന തുച്ഛ വിലക്കാണ്. പലപ്പോഴും പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ പബ്ലിക് സെക്ടറിൻ്റെ കൈകളിൽ ജനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്ത സ്ഥലങ്ങളും ജനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്ത നമ്മളിപ്പോൾ ഒരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിലാണ് KSEB അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ ജനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്ത സ്ഥലത്തൂടെ പോകുന്ന പോസ്റ്റുകളും ലൈനുകളൊക്കെയാണ്. അല്ലെങ്കിൽ പെട്രോൾ ഗ്യാസിൻ്റെ ഒരു ഇതാണെങ്കിൽ ഗ്യാസ് ജനങ്ങൾ കൊടുത്ത സ്ഥലത്തൂടെ ഫ്രീ ആയിട്ട് കൊടുത്ത സ്ഥലത്തൂടെയൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗ്യാസൊക്കെ ആയിരിക്കാം. ഇത് പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ ഒന്നും മൂല്യം കണക്കാക്കുന്നില്ല. ഇതിനൊക്കെ ഫ്രീ ആയിട്ട് ജനങ്ങൾ കൊടുത്തതിന് വാല്യൂ ജനങ്ങൾക്ക് പിന്നെ കൊടുക്കുന്നൊന്നുമില്ല. അത് പ്രൈവറ്റ് ആയാൽ തന്നെ അതിനൊന്നും വാല്യൂ നിശ്ചയിച്ചിട്ടൊരു വാല്യൂ വാങ്ങുന്ന രീതി നമ്മുടെ രാജ്യത്തിൽ. അതേസമയം UK അത്തരം വാല്യൂ നിശ്ചയിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അത്തരത്തിൽ നല്ലൊരു എക്സ്പെർട്ടൈസിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിനെ എതിർക്കുന്നവർ പറയുന്നത്. ദെൻ പോസിബിലിറ്റി ഓഫ് അണ്ടർടേക്കിംഗ് ഫിനാൻഷ്യൽ ആൻഡ് ഓർഗനൈസേഷണൽ റീസ്ട്രക്ചറിങ് ടു മേക്ക് CPSUs അട്രാക്റ്റീവ് ടു പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ്. നമ്മൾ അതുപോലെ തന്നെ എന്ത് ചെയ്യണോ, ഫിനാൻഷ്യൽ ആയിട്ടുള്ളത് ഓർഗനൈസേഷനായിട്ടുള്ള റീസ്ട്രക്ചറിങ് നടത്തേണ്ടതുണ്ട്. CPSUസിന് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനെ എന്ത് ചെയ്യുന്നു, അട്രാക്റ്റ് ചെയ്യുന്ന വിധത്തിൽ. ഇപ്പം തന്നെ നമുക്ക് നോക്കാം എയർ ഇന്ത്യയുടെ കാര്യം. എയർ ഇന്ത്യ ഡിസിൻവെസ്റ്റ് ചെയ്യാൻ എത്രയോ കാലമായി വെച്ചിട്ട്, പക്ഷേ അതൊന്നും ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു റീസ്ട്രക്ചറിങ് ഓർഗനൈസേഷൻ നടക്കാത്തതുകൊണ്ട് അതിന് ആളുകളെ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. then മറ്റൊരു പോയിൻ്റാണ് ഇറ്റ് മേ ബി സ്റ്റേറ്റഡ് ദാറ്റ് poorly planned privatization will do more harm than any good. പറയണ്ടില്ല, poorly ആയിട്ടുള്ള പ്രൈവറ്റൈസേഷൻ എന്ത് ചെയ്യുന്നു, ഹാമാണ് വരുത്താമെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാം. പ്രൈവറ്റൈസേഷൻ പ്രോഗ്രാം എന്ത് ചെയ്തിരിക്കണം, നല്ല പ്ലാൻഡ് ആയിരിക്കണം എന്ന് പറയാം. Then അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈവറ്റൈസേഷൻ ഇസ് ദാറ്റ് റവന്യൂ മാക്സിമൈസേഷൻ മസ്റ്റ് നോട്ട് ബി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓഫ് CPSUs ഇക്വിറ്റി. റവന്യൂ മാക്സിമൈസേഷൻ ആയിരിക്കരുത് എന്ത് ചെയ്ത് നമ്മുടെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയാം. എഫിഷ്യൻസി ഓഫ് ദീസ് യൂണിറ്റ്സ് ആയിരിക്കണം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ മിക്കവാറും ഇവിടെ രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇത്ര കോടി 11,000 crore നമുക്ക് ഉണ്ടാക്കാം ഇത് വിറ്റുകൊണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനൊരു സോഴ്സ് ഓഫ് റവന്യൂ ആയിട്ട് കാണുകയാണ് ചെയ്യുന്നത്. പ്രൈവറ്റൈസേഷൻ മസ്റ്റ് നോട്ട് ബി ഗ്രേറ്റർ കോൺസെൻട്രേഷൻ ഓഫ് അസറ്റ്സ് ഗ്രേറ്റർ ആവുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് എൻഷുർ ഗ്രേറ്റർ കോമ്പറ്റീഷൻ ത്രൂ മോർ ഡിസ്പേഴ്സ്ഡ് ഓണർഷിപ്പ്. കൂടുതൽ ആളുകളിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഓണർഷിപ്പാണ് ഉണ്ടാവാൻ പാടുള്ളൂ. Then successful privatization require cooperation of labor force which may not come forward for obvious reasons. പലപ്പോഴും നടക്കാത്ത സംഗതിയാണ്. ലേബർ ഫോഴ്സിൻ്റെ കോപ്പറേഷനോട് കൂടിയായിരിക്കണം പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കുന്നത്.
അത് പ്രൈവറ്റൈസേഷനിക്കും ഇൻവോൾവ് റിഡക്ഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, റീട്രെയിനിങ്, ചേഞ്ച് ഓഫ് ടെക്നോളജി, കോമ്പിനേഷൻ ഓഫ് ഓൾ വിച്ച് വിൽ നോട്ട് ബി ആക്സെപ്റ്റബിൾ ടു ദി എംപ്ലോയീസിന് ആക്സെപ്റ്റബിൾ അല്ലാത്തതായിരിക്കും പലപ്പോഴും റിഡക്ഷൻ, അതുപോലെ റീട്രെയിനിങ്, ചേഞ്ച് ഓഫ് ടെക്നോളജി, ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ അധികവും എംപ്ലോയീസിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യപ്പെടും, പ്രൊട്ടസ്റ്റ് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ദെൻ പ്രൈവറ്റൈസേഷൻ്റെ ട്രാൻസാക്ഷൻ ഓഫ് സെയിൽ മസ്റ്റ് ബി ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. പലപ്പോഴും ട്രാൻസ്പാരൻ്റ് അല്ല. ഇതിൻ്റെ പിന്നിൽ തന്നെ ഇത്തരത്തിൽ വിൽക്കുന്ന കമ്പനികളുടെ കമ്മീഷൻ അടിച്ചു മാറ്റുന്ന ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ളതാണ്. ദെൻ മറ്റൊരു കമ്പലിംഗ് റീസൺ ആണ് ദർ ഈസ് നോ നീഡ് ടു ഗോ സ്ലോ ഇൻ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷിയർ സൈസ് ഓഫ് ദി പബ്ലിക് സെക്ടർ ആസ് എ ഹോൾ. അത് പബ്ലിക് സെക്ടർ വിൽക്കുന്ന കാര്യത്തിൽ മൊത്തമായി ഒന്നിച്ച് വിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് പൊതുവേ സംഭവിക്കുന്നൊരു കാര്യമാണ്. ശരിക്കും പ്രൈവറ്റ് സെക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ നമ്പറൊക്കെ ശരിക്കും ഹാഫായി മാറുന്നൊരവസ്ഥയൊക്കെ ഉണ്ട്. അത് മാറ്റി നമ്മുടെ ശരിക്കും ഈ എംപ്ലോയീസിൻ്റെ കൂടി അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൈവറ്റൈസേഷൻ ആയിരിക്കണം. പിന്നെ പ്രൈവറ്റൈസേഷൻ റെഡ്യൂസ് ട്രേഡബിൾ ഇൻ കോമ്പറ്റിറ്റീവ് ആൻഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യലി കോമ്പറ്റിറ്റീവ് സെക്ടേഴ്സ്. Competitive sectors such as industry, airlines, agriculture, repair operation easier than privatization in non-competitive sectors, likely to yield solid and rapid economic benefit as long as there are no economy-wide distortions that hinder competition. നമ്മൾ കോമ്പറ്റീറ്റീവ് സെക്ടേഴ്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രി, എയർലൈൻ, അഗ്രികൾച്ചർ, റിപ്പയർ ഓപ്പറേഷൻസ്, ഈ ഒരു സെക്ടേഴ്സിൽ പ്രൈവറ്റൈസേഷൻ എന്താണ്, കോമ്പറ്റീറ്റീവ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് സെക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ ഈസിയർ ആണെന്ന് പറയാം മറ്റുള്ള നോൺ കോമ്പറ്റീറ്റീവ് സെക്ടേഴ്സിനേക്കാളും. കാരണം എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ്സ് കൂടുതലാണ്. അതായത് നമ്മൾ ആളുകൾ കൂടുതൽ ലാഭകരമായിട്ടുള്ള മാത്രമേ ശരിക്കും എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റൈസ് ചെയ്താൽ ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ. ആ ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. മറ്റൊന്ന്, പ്രൈവറ്റൈസേഷൻ ടു ബി സക്സസ്ഫുൾ നീഡ്സ് സ്ട്രോങ് വിൽ ഓൺ ദി പാർട്ട് ഓഫ് ഗവൺമെൻറ് ആൻഡ് കോൺസെൻസസ് അക്രോസ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ദാർഢ്യം ഉണ്ടാവേണ്ടതുണ്ട്, സ്ട്രോങ് വിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഗവൺമെൻറ് എന്തായിരിക്കണം, ടു ബി ഫെയർ ടു ദി ഗവൺമെൻറ്, ദർ ഇസ് സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ടു പ്രൈവറ്റൈസ് CPSUs ആൻഡ് ടു ഷെയർ ഇൻ അതർ എക്കണോമിക് റിഫോംസ്. മറ്റ് എക്കണോമിക് റിഫോംസിനൊക്കെ കൊണ്ടുവരുന്നതിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ റൂളിംഗ് പാർട്ടി അതിൻ്റെ സ്ട്രെങ്ത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. മറ്റൊന്ന് പറയുകയാണെങ്കിൽ ദർ ഈസ് നോ അഡ്വാൻറ്റേജ് ഇൻ ട്രാൻസ്ഫറിങ് എ പബ്ലിക് സെക്ടർ മോണോപ്പൊളി നോ മാറ്റർ ഹൗ ഇൻഎഫിഷ്യൻറ്റ് ഇൻ ടു ദി പ്രൈവറ്റ് സെക്ടർ വേർ ഇറ്റ് വുഡ് ബിക്കം എ പ്രൈവറ്റ് സെക്ടർ മോണോപ്പൊളി. നമ്മൾ പറയുകയാണ് പബ്ലിക് സെക്ടറിൻ്റെ മോണോപ്പൊളി ഉണ്ടെന്ന്. ആ പബ്ലിക് സെക്ടറിൻ്റെ മോണോപ്പൊളി നമ്മൾ പ്രൈവറ്റ് സെക്ടറിലേക്ക് മാറിയാൽ പ്രൈവറ്റ് സെക്ടർ മോണോപ്പൊളിയായി മാറും. ഇറ്റ് കനോട്ട് ഇംപ്രൂവ് ഫർദർ ദി പെർഫോമൻസ് ഓഫ് എനി അണ്ടർടേക്കിംഗ്. ഇത് ആ ഒരു സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് ഒന്നും ഇമ്പ്രൂവ് ചെയ്യിക്കണമെന്നില്ല. നമ്മൾ അവർ മോണോപ്പൊളി ആയാലും അവരുടെ ലോവർ ക്വാളിറ്റീസ് ആയിട്ടുള്ള ഗുഡ്സ് നമ്മൾ വാങ്ങേണ്ട ഒരു അവസ്ഥ വരും. Inefficiencies in production units are more closely associated with their being monopolies. Monopolies ആയിരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ ഇൻഎഫിഷ്യൻസീസ് ഇൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് റദർ ദാൻ വിത്ത് ടൈപ്പ് ഓഫ് ഓണർഷിപ്പ്, പബ്ലിക് ഓർ പ്രൈവറ്റ്. പബ്ലിക് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ഓണർഷിപ്പായിട്ട് ബന്ധപ്പെട്ടതല്ല, മോണോപ്പൊളി ആയിട്ട് ബന്ധപ്പെട്ടതാണ് അവരുടെ ഒരു ഇൻഎഫിഷ്യൻസീസിനുള്ള കാരണം. ദെൻ മറ്റൊന്ന് പറയുകയാണ് ദർ ഈസ് നോട്ട് എ ഗ്രേറ്റ് ഡീൽ ദാറ്റ് ഗവൺമെൻറ് ക്യാൻ ഡു ടു വാർഡ് ഓഫ് ഫോറിൻ കോമ്പറ്റീഷൻ. ഫോറിൻ കോമ്പറ്റീഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് WTO ഒബ്ലിഗേഷൻസിൽ പറയുന്ന കാര്യങ്ങൾ എടുത്തു നോക്കുകയാണ്. ഗിവൺ ഇറ്റ്സ് WTO ഒബ്ലിഗേഷൻസ് നോർ അവിടെ എന്ത് ചെയ്യുന്നില്ല, പ്രൈവറ്റ് സെക്ടറിൽ നിന്നും തന്നെ അത്തരത്തിലുള്ള കോമ്പറ്റീഷൻ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നില്ല, ഫോറിൻ കോമ്പറ്റീഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. അത് ഇറ്റ് ഫേവർ പെർട്ടിക്കുലർ ഫേംസ് ഇൻ പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിനെ
നമ്മൾ ഉദ്ദേശിച്ച ഫോറിൻ കോമ്പറ്റീഷനിൽ നമ്മൾ പ്രൈവറ്റ് സെക്ടർ വന്നാൽ ഫോറിൻ കോമ്പറ്റീഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ അണ്ടർ ദി സർക്കംസ്റ്റാൻസസ് നമ്മൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ട് പോലും സം പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആർ അവർ ബെസ്റ്റ് ഹോപ്പ് ഫോർ എമേർജിങ് ആസ് ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ഫേംസ്. നമ്മുടെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് തന്നെ എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫേംസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനെ തള്ളിപ്പറയാൻ പറ്റില്ല. ഇതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രൈവറ്റൈസേഷൻ എന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.